പണ്ട് കാലത്ത് വാതിലും ജനലും നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലാണ് മരം. ഇന്ന് മരത്തിന് പകരമായിട്ട് നമ്മൾ മറ്റനേകം മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് സ്റ്റീൽ, UPVC, അലുമിനിയം, സിമെന്റുകൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിമെന്റ് കട്ടിലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ സിമെന്റ് കട്ടിലുകൾ മരത്തിന് പകരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ സിമെന്റ് കട്ടിലിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ, സിമെന്റ് കട്ടില നമുക്ക് വളരെ ലഭ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. വളരെ വില കുറവിലും നമ്മുടെ അടുത്ത് തന്നെ നിർമ്മിക്കുന്ന ഒരുപാട് യൂണിറ്റുകളുമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ സിമെന്റ് കട്ടിലകൾ സാധാരണയായി പണ്ട് ഉപയോഗിച്ചിരുന്നത് ഒരു നിശ്ചിത അളവിൽ മാത്രമായിരുന്നു അവ നിർമ്മിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള അളവിലോട്ട് സിമെന്റ് കട്ടിലുകൾ ഉപയോഗിച്ച് ജനലും വാതിലും നിർമ്മിക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൈസിൽ ഇത് നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇവ നിർമ്മിക്കുമ്പോൾ മികച്ച ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിർമ്മിക്കും എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഉദാഹരണമായിട്ട് സിമെന്റ്, അതുപോലെ പാറപ്പൊടിയൊന്നും ഉപയോഗിക്കാതെ നല്ല ക്വാളിറ്റിയുള്ള വാഷ് ചെയ്ത് എംസാൻഡ് ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മാണം നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നീട് പറയാനാണെങ്കിൽ, ഈ സിമെന്റ് കട്ടിലകൾ നമുക്ക് വേണമെങ്കിൽ വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു കാണുന്ന രീതിയിൽ ഒരു മരത്തിന്റെ ഫിനിഷിലോട്ട് കൊണ്ടുവരാനും സാധിക്കും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് പല മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സിമെന്റ് കട്ടിൽ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം മരത്തിനെ ഉപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ വില കുറവിലും എന്നാൽ നമുക്ക് ഏറ്റവും സുലഭമായി ലഭ്യമാകുന്നതുമായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. ഇവ കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീല്, അലുമിനിയം, മറ്റു മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇവയൊക്കെ വിലയിലും ലഭ്യതയിലും പല രീതിയിലാണ്. നമുക്കത് വേറൊരു വീഡിയോയിൽ പറയാം.